ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അക്യുപങ്ചറിസ്റ്റ് മാസ്റ്റർ അബ്ദുൽ കബീർ കോടനിയിൽ, സ്വാഗതം ആശംസിച്ച അബു ഉബൈദത്ത്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന അക്യുപങ്ചറിസ്റ്റ് മാസ്റ്റർ ഷുഹൈബ് റിയാലു, ബഹുമാനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെരീഫ്, മാസ്റ്റർ സഫ കെ ബദിയുസ്സമാൻ, ശ്രീമതി ആതിര ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കാലിക പ്രസക്തമായ ഒരു വിഷയം സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മരുന്നുകളില്ലാത്ത ഒരു ജീവിതം സാധ്യമോ എന്നതാണ് ഈ ആരോഗ്യ സെമിനാറിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഏറ്റവും കാലിക പ്രസക്തമായ ഒരു വിഷയമാണിത് എന്ന് ഞാൻ പറയാതെ തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ടൗൺ ഹാളിനകത്ത് ഇത്രയധികം സഹോദരി സഹോദരന്മാർ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് രോഗ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. ഒരാൾക്ക് ഒരു രോഗം വന്നാൽ പിന്നെ പണക്കാരനാണെങ്കിൽ പോലും അദ്ദേഹം ആ കുടുംബനാഥൻ സ്വന്തം ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾക്കോ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോരുത്തരും വ്യത്യസ്ത രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരിക. വൃക്ക രോഗം ബാധിച്ചവർക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു. ഓരോ ഗ്രാമങ്ങളിലും എന്നതുപോലെ ഡയാലിസിസ് സെൻ്ററുകൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. എത്ര ഡയാലിസിസ് സെൻ്ററുകൾ ഉണ്ടായാലും വൃക്കരോഗം ബാധിച്ച് കഷ്ടപ്പെടുന്നവർക്ക് സമയത്ത് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ സാധ്യമാകുന്നില്ല എന്നാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം എന്ന് പറയുന്നത്. ഒരു രോഗിക്ക് ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയാൽ അടുത്ത രോഗിക്ക് അത് ആരംഭിക്കണമെങ്കിൽ, ആ മെഷീനിൽ അദ്ദേഹത്തെ കയറ്റണമെങ്കിൽ, ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗിയുടെ അന്ത്യം സംഭവിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണം. എന്നാൽ മാത്രമേ മറ്റൊരാൾക്ക് അവസരം കിട്ടൂ. അപ്പോൾ ഇങ്ങനെ എത്ര ഡയാലിസിസ് സെൻ്ററുകൾ ഉണ്ടായാലും വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ സംവിധാനം, സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയാത്ത വിധം രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഈ രോഗമുണ്ടാകുമ്പോൾ നമ്മൾ പറയും അത് ജീവിതശൈലി രോഗം, അതിന് പേരിട്ടിട്ടുണ്ട്. ആ ജീവിതശൈലി രോഗങ്ങളിൽ ഏതൊക്കെ പെടും എന്നിപ്പോഴും നിർവചിക്കപ്പെട്ടിട്ടില്ല. എല്ലാ രോഗത്തെയും നമ്മൾ അങ്ങനെ പറയാം. വൃക്ക രോഗം പോലെ തന്നെ ക്യാൻസർ രോഗം ബാധിച്ച ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. നമ്മൾ എത്ര പണം ഉണ്ടായാലും ചികിത്സിക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും വന്നു ചേരുന്നത് യഥാർത്ഥത്തിൽ രോഗ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. ബാങ്കിൽ നിന്ന് കടമെടുത്ത് പോലും ചികിത്സ നടത്തുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അവസാനം ചികിത്സിച്ച് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് സ്വന്തം വീടും സ്ഥലവുമൊക്കെ ജപ്തി ചെയ്ത് പോകേണ്ട സ്ഥിതിയിൽ വരെ എത്തിയ എത്ര ആളുകളെക്കുറിച്ച് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഭീമമായ സംഖ്യ മരുന്നുകൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ മരുന്നില്ലാത്ത ഒരു ജീവിതം സാധ്യമോ എന്ന തികച്ചും പ്രസക്തമായൊരു വിഷയം സംബന്ധിച്ചിവിടെ ചർച്ച നടക്കുന്നത്. പല ആളുകളും ഭക്ഷണം കഴിക്കുന്നതിലേറെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഒരു കൈപ്പിടിയിൽ ഒന്ന് കൈക്കുമ്പിളിൽ ഒന്നിച്ച് ഗുളിക കയ്യിലിട്ട് ഗുളിക ഒന്നിച്ച് കഴിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ചിലർക്കൊന്നും ഒറ്റ ഗുളിക നേരിട്ട് കഴിക്കാൻ പറ്റില്ല. എന്നാൽ ഇത്
ഒന്നായിട്ട് ഗുളിക കഴിക്കേണ്ടി വരിക. അത്രമാത്രം മരുന്ന് ഒരു ചെറിയ രോഗത്തിന് പോലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മലയാളികൾ. കേരളമാണ് ആരോഗ്യരംഗത്ത് ഏറെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അതോടൊപ്പം ഈ ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെ പ്രതിരോധ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞതുപോലെ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് അക്യുപങ്ക്ചർ പോലെയുള്ള പുതിയ എന്ന് പറഞ്ഞുകൂടാ കുറേയൊക്കെ പഴക്കമുള്ള ഒരു ചികിത്സാ സമ്പ്രദായം, ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ച ഒന്നല്ല. വർഷങ്ങൾക്ക് മുമ്പേ അക്യുപങ്ക്ചർ ചികിത്സാ രീതി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചികിത്സാ രീതികൾ ഒന്ന് പരിശോധിച്ച് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കുറച്ചു കൊണ്ടുവരാനും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഓരോരുത്തർക്കും വരുന്നത് ഒഴിവാക്കാനുമുള്ള നടപടികൾ, അതിനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടത്താൻ കഴിയും എന്നത് വിശദമായ ചർച്ചയ്ക്ക് ഇവിടെ വിധേയമാക്കാൻ ധാരാളം ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും സിദ്ധയും യുനാനിയും അങ്ങനെ നിരവധി ചികിത്സാ രീതികൾ, ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ചികിത്സാ രീതികളിൽ ഒന്നായി അക്യുപങ്ക്ചർ ചികിത്സാ രീതിയും ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പൊതുസമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഈ ചികിത്സാ രീതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് പലയിടത്തുനിന്നും കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. നിലവിലുള്ള ഈ ആരോഗ്യ മേഖലയിലെ ഓരോ ചികിത്സാ രീതികളും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടലുണ്ട്. പരസ്പരം എല്ലാ ചികിത്സാ രീതികളെയും എല്ലാവരും അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണല്ലോ. അലോപ്പതിയെ പൂർണ്ണമായും ഹോമിയോ അംഗീകരിക്കില്ല, ഹോമിയോയെ പൂർണ്ണമായും അലോപ്പതി അംഗീകരിക്കുന്നില്ല, ആയുർവേദത്തെ പൂർണ്ണമായും അലോപ്പതിയും ഹോമിയോ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ പരസ്പരം എല്ലാവരും 100% മറ്റ് ചികിത്സാ രീതികളെ അംഗീകരിക്കുന്നില്ല എന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കാണാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. എന്നാലിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു ഭാഗമായി ഗോവ സന്ദർശിക്കാനിടയായി. അപ്പോൾ ഗോവയിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഒന്ന് കയറി നോക്കി. അവിടെ കയറേണ്ട കാര്യം വന്നു. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് ചെറിയൊരു BP പ്രശ്നം വന്നപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ചെന്നപ്പോൾ അവിടെ ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ എല്ലാം ഉണ്ട്. അലോപ്പതി ഉണ്ട്, ഹോമിയോ ഉണ്ട്, ആയുർവേദമൊക്കെ ഒരേ ആശുപത്രിയിലാണ്. ഇവിടെ എങ്ങനെയാണ് ഇവിടെ നമുക്ക് അലോപ്പതി വേറെ, ഹോമിയോ വേറെ, ആയുർവേദം വേറെ, ഇതിനൊക്കെ വേറെ ആശുപത്രികൾ, വേറെ കെട്ടിടങ്ങൾ, വേറെ സംവിധാനങ്ങൾ. അപ്പോൾ ഇനി അത് നല്ലൊരു മാതൃകയാക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ് എന്ന് ഞങ്ങൾക്കൊക്കെ തോന്നി. കാരണം ഒരു കെട്ടിടത്തിൽ തന്നെ ഈ ഓരോ ശാഖയും അവിടെ തന്നെ സൗകര്യം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതാണ്. ഇതിനൊക്കെ സെപ്പറേറ്റ് ആശുപത്രിയും കാര്യം കെട്ടിടമുണ്ടാക്കേണ്ട കാര്യമില്ല. റൂം മതിയല്ലോ ഓരോ ഡോക്ടർമാർക്ക് ഇരിക്കാൻ. അപ്പം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പല വ്യത്യസ്തമായ രീതിയാണ് ഇപ്പോൾ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെത്തുമ്പോൾ ഇതിനൊക്കെ വെവ്വേറെ കെട്ടിടങ്ങൾ വേണം, വെവ്വേറെ ആശുപത്രികൾ വേണം, ഒക്കെ പരസ്പരം വലിയ മത്സരമാണ്. അപ്പോൾ ഈ മത്സരമൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതുപോലെയുള്ള പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സാ സമ്പ്രദായങ്ങൾ ഇത്തരം രോഗങ്ങൾക്ക് പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ട സംവിധാനം ഉണ്ടാകണം. അപ്പം ഇങ്ങനെ ഒരു സംവിധാനങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ആരോഗ്യ മേഖലയിൽ കാലുറപ്പിച്ചിട്ടുള്ള ചില സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പലപ്പോഴും അക്യുപങ്ക്ചർ പോലെയുള്ള ചികിത്സാ രീതിക്കെതിരായി കോടതികൾ സമീപിക്കുകയും കോടതികളിൽ നിന്ന് ഇതിനെതിരായിട്ടുള്ള വിധി സ്വായത്തമാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയും അടുത്ത കാലത്തായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കോടതി തന്നെ
അക്യുപങ്ക്ചർ ചികിത്സാ രീതി പരിശോധിക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇല്ലേ? കോടതി വിധി അനുകൂലമായിട്ടും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ സർക്കാർ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു പരിധിവരെ അക്യുപങ്ക്ചർ ചികിത്സാ രീതിയെ അംഗീകരിക്കുകയും അത് ആരോഗ്യവകുപ്പിൻ്റെ മറ്റു പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ രാജ്യസഭാംഗം പി അബ്ദുൽ വഹാബ് സാഹിബ് ഒരിക്കൽ രാജ്യസഭയിൽ ഈ കാര്യം ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും നിലവിലുള്ള മറ്റ് ആരോഗ്യ രംഗത്തെ മറ്റു ചികിത്സാ സമ്പ്രദായങ്ങളെപ്പോലെ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ. മരുന്ന് കൂടുതൽ കഴിച്ചിട്ട് മറ്റ് രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പലരുടെയും അനുഭവം. അത് പല രീതിയിലുള്ള മരുന്നുകളാണ്. ഈ മരുന്നിൻ്റെ കാര്യത്തിൽ തന്നെ ഞാനിപ്പോൾ അത് ഒരു വിവാദങ്ങളിലേക്ക് കിടക്കില്ല. അതിൽ തന്നെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഈ മരുന്ന് കമ്പനികളാണ് ആരോഗ്യ മേഖല നിയന്ത്രിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇല്ലേ ഇസ്മായിൽ മാഷേ? അതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ എൻ്റെ എല്ലാ വശങ്ങളിലേക്കും കടന്നു ചെല്ലാൻ പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലടിസ്ഥാനമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനോ? ഇതെല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ മനുഷ്യൻ്റെ ആരോഗ്യം കൊണ്ട് കച്ചവടം നടത്താൻ നമ്മൾ ആരെയും അനുവദിച്ചുകൂടാ. അതിനുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സാധാരണഗതിയിൽ എന്ത് രോഗം വന്നാലും നമുക്ക് എന്താവശ്യം, നമുക്ക് പെട്ടെന്ന് മാറണം, അങ്ങനെയുള്ളൂ. കാത്തുക്കാർക്കും സമയമല്ല. ഒരു ജലദോഷം വന്നപ്പോൾ ജലദോഷത്തിന് സാധാരണ നമ്മൾ പറയും മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ചുരുങ്ങി എത്രയാണ്? ഒരാഴ്ച 2 ആഴ്ച, ചിലൊരാഴ്ച, ഒരാഴ്ച എന്തായാലും വേണം. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വേണം. എന്നാലും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയിട്ട് സാവധാനം ഭേദപ്പെടുന്ന മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പിടിച്ചെടുത്താൻ പറ്റിയ മരുന്ന് ഏതാണോ അതാണ് നമ്മൾ. അങ്ങനെയാണ്, ആർക്കും ഒന്നിനും സമയമില്ല. പക്ഷെ ഈ പെട്ടെന്ന് പിടിച്ചെത്തുമ്പോൾ ഇതിന് മറ്റ് പാർശ്വഫലങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതെ പോവാണ്. അപ്പം പെട്ടെന്ന് ആ രോഗം നിന്ന് പോയാലും ഇതിൻ്റെ കാരണമായി മറ്റു പല രോഗങ്ങളും വന്നു ചേരാനിടയുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്നത്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ചർച്ചകളും സെമിനാറുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് അക്യുപങ്ക്ചർ അക്കാദമി മലപ്പുറം ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.